ഹായ്, ഞാൻ റോബർട്ട് കിയോസാക്കി. ഞാൻ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ എൻ്റെ ആദ്യ വെടിവെക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ഏതാണ്ട് എല്ലാവരും പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്യുകയാണെന്ന്. അത് വളരെ റിസ്കിയാണ് റിയൽ എസ്റ്റേറ്റ്. എനിക്ക് പണം നഷ്ടപ്പെടുമെന്നും ബാങ്കിൽ സൂക്ഷിച്ച് കാത്തിരിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്നും അവർ പറഞ്ഞു. ഈ ശബ്ദങ്ങൾ ഞാൻ ബഹുമാനിക്കുന്ന അടുത്ത ആളുകളുടേതായിരുന്നു. പക്ഷേ അവർ തങ്ങളുടെ ജോലിക്കപ്പുറം മറ്റൊന്നിലും നിക്ഷേപം നടത്തിയിരുന്നില്ല. ഞാൻ അവരുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ തുടങ്ങുന്നതിന് മുൻപേ തോൽവി സമ്മതിക്കുമായിരുന്നു. അവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പാഠം വഹിച്ചത്. നിങ്ങൾ നിൽക്കുന്ന ചുറ്റുപാട് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രേരകമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ തടസ്സമോ? അതായത് ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. സത്യം, ഭൂരിഭാഗം ആളുകളും തങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങളില്ലാത്തവരിൽ നിന്ന് ഉപദേശം തേടുന്നു. കടക്കണിയിലായ ഒരാൾ ഒരു സുഹൃത്തിനോട് മികച്ച രീതിയിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നതും തൻ്റെ കരിയറിൽ നിരാശനായ ഒരാൾ സംരംഭകത്വം, ബിസിനസ് വളരെ റിസ്കിയാണെന്ന് പറയുന്നത് സാധാരണമാണ്. നിങ്ങൾ ഈ ശബ്ദങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അറിയാതെ അവരുടെ മാനസികാവസ്ഥ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഭാവി മറ്റാളുകളുടെ വിശ്വാസങ്ങളാലും ഭയങ്ങളാലും രൂപപ്പെടുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ആരുടെ വാക്ക് കേൾക്കണമെന്ന് ചെറുപ്പത്തിൽ തീരുമാനിച്ചു. എൻ്റെ അച്ഛൻ ജോലിയിൽ സുരക്ഷ തേടണമെന്ന് പറയുമായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ധനികനായ അച്ഛൻ ആസ്തികൾ നിർമ്മിക്കാനും റിസ്ക് എടുക്കാനും തെറ്റുകളിൽ നിന്ന് പഠിക്കാനും എന്നെ വെല്ലുവിളിച്ചു. തികച്ചും വിപരീതമായ രണ്ട് ഉപദേശങ്ങൾ. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വന്നു. നമ്മുടെ സാമൂഹിക ചുറ്റുപാട് നമ്മുടെ സാമ്പത്തിക പെരുമാറ്റത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് സ്രോതസ്സുകൾ പറയുന്നുണ്ട്. ഒരാളുടെ വരുമാനം അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരി വരുമാനത്തോടടുത്തായിരിക്കുമെന്ന് ഹാർവാർഡിലെ സമീപകാല പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ പണത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന, നിക്ഷേപിക്കാൻ ഭയപ്പെടുന്ന, കടത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളോടൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും അതേ വഴി സ്വീകരിക്കും. നേരെ മറിച്ച് നിങ്ങൾ നിക്ഷേപകർ, സംരംഭകർ, വളർച്ച തേടുന്ന ആളുകൾ എന്നിവരാൽ ചുറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് റിസ്ക് മാത്രം കണ്ടിരുന്ന സ്ഥലത്ത് നിങ്ങൾ അവസരങ്ങൾ കാണാൻ തുടങ്ങും. ഞാനിത് പ്രായോഗികമായി കണ്ടു. ഞാൻ നിക്ഷേപകരുടെയും സംരംഭകരുടെയും സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവർ പണത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്ത രീതിയിലാണ് സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. ചിലർ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പരിഹാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഭൂരിഭാഗം ആളുകളും റിസ്ക് കണ്ടെടുത്ത് അവർ അവസരം കണ്ടു. സാധാരണക്കാർ പ്രതിസന്ധി കണ്ടെടുത്ത് അവർ വിപുലീകരണത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് മാനസികാവസ്ഥ മാറ്റുന്നതായിരുന്നു. ഞാൻ അവരുടെ ചിന്തിക്കുന്ന, തീരുമാനമെടുക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ വിലയിരുത്തുന്ന ഒരു രീതികൾ സ്വീകരിക്കാൻ തുടങ്ങി. അതെൻ്റെ യാത്രയെ ത്വരിതപ്പെടുത്തി. എന്നാൽ ഇവിടെയാണ് കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഗം. ഇത് വിജയിച്ച ആളുകളെ അറിയുന്നതിനെക്കുറിച്ചല്ല. യഥാർത്ഥ ബന്ധങ്ങൾ, കോണ്ടാക്റ്റുകൾ, സമ്പത്ത് നിറഞ്ഞ ഒരു ബിസിനസ് കാർഡ് സൂക്ഷിക്കുന്നതുമല്ല. നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന പാതയിൽ ഇതിനകമുള്ള വ്യക്തിയുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നതിലാണ്. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ വ്യക്തികളിൽ നിന്ന് പഠിക്കാൻ മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ സംഭാവന ചെയ്യാനും ശ്രമിച്ചു. സഹായിക്കുക, മൂല്യം നൽകുക, കൈമാറ്റം ചെയ്യുക. അങ്ങനെയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും തുറക്കാത്ത വാതിലുകൾ ഞാൻ തുറന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ ചുറ്റും നോക്കി സ്വയം ചോദിക്കുക, നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളുകൾ നിങ്ങളെ മുകളിലേക്ക് ഉയർത്തുകയാണോ അതോ താഴേക്ക് വലിക്കുകയാണോ? അവർ ആസ്തി നിർമ്മാണത്തെക്കുറിച്ച് സംസാരിക്കുകയാണോ അതോ ബില്ലുകൾ, കടം, നിരാശ എന്നിവയെക്കുറിച്ച് മാത്രമാണ്? കാരണം നിങ്ങളുടെ സാമൂഹിക വലയം സമ്പന്നനാകുന്നത് സാധ്യമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ താമസിയാതെ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങളും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ വിധിയെ തീരുമാനിക്കുന്നു. ഇതുകൊണ്ടാണ് പലരും ജീവിതകാലം മുഴുവൻ നിശ്ചലരായി നിൽക്കുന്നത്. അവരിൽ കഴിവില്ലാത്തതുകൊണ്ടല്ല, ഒന്നും മാറാൻ കഴിയില്ലെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്ന ശബ്ദങ്ങളാൽ അവർ ചുറ്റപ്പെട്ടതുകൊണ്ടാണ്. വിശ്വസിക്കൂ, ചുറ്റുപാടുകൾ മാറുക എന്നാൽ നിങ്ങളുടെ കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ഉപേക്ഷിക്കുക എന്നല്ല. മറിച്ച് നിങ്ങൾ മറ്റൊരു ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് സന്ദർഭങ്ങളും തേടേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നേടിയ ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട്. കാരണം അവരിൽ നിന്നാണ് നിങ്ങളുടെ ചിന്തയെ വികസിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ ലഭിക്കുക. എനിക്കറിയാം ഇതിന് എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന്. കാരണം ഞാനിത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വാക്ക് മാത്രം കേട്ടിരുന്നെങ്കിൽ ഞാൻ സുരക്ഷയുടെ പാതയിലൂടെയോ അതിലൂടെ മാത്രം നടക്കുകയോ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ശമ്പളത്തിലോ ദുർബലമായ പെൻഷനിലോ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ധനികനായ അച്ഛനോട് അടുത്തപ്പോൾ മറ്റൊരു വഴിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സാമ്പത്തിക ഭാവിയുടെ നിയന്ത്രണം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ആ ഒരു വഴി.
ആ സഹവാസമാണ് എൻ്റെ കഥയെ പൂർണ്ണമായും മാറ്റിമറിച്ച തീരുമാനങ്ങളെടുക്കാൻ എനിക്ക് ധൈര്യം നൽകിയത്. ചുറ്റുപാട്